ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നാക്കാണ്. ഡയബറ്റുകാർക്ക് എണ്ണയിൽ വറുത്ത സ്നാക്ക് അധികം കഴിക്കാൻ സാധിക്കാത്തവർക്കും ഇത് നല്ലൊരു പലഹാരമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കടലപ്പരിപ്പും ഷുഗർ കുറയ്ക്കുന്നതിനും കടലമാവ് നല്ലൊരു എനർജി ബൂസ്റ്ററും അതേപോലെ പാലക്ക് ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇത് നമുക്ക് കണ്ടാലോ. ഇതിന് വേണ്ടതായിട്ടാണ് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ്. ഒരു 4 മണിക്കൂർ നേരം നമുക്ക് കുതിർത്തി വയ്ക്കാം. കുറവ് GI ഉള്ളതിനാൽ ഷുഗർ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഇതിൽ ഇരുമ്പ് സത്ത് ധാരാളമുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ വാരി വെച്ചിരിക്കുകയാണ് ഒരു പാത്രത്തിൽ. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ നോക്കാം. അങ്ങനെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ 2 പച്ചമുളകും ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടി ഇതിൽ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. മുന്നൊന്ന് അടിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടി പോവും. ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇതേപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയാണ് ഞാനൊരു പിടി പാലക്ക് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് സ്പിനാച്ചാണ്. അത് നിങ്ങൾക്ക് നാട്ടിൽ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നല്ല ഇളം ചീര എടുത്താൽ മതിയാവും. അങ്ങനെ ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇത് സ്പിനാച്ചാണ്. നമ്മളിത് അരച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ കാബേജാണ്. ഒരു 1/2 കപ്പ് കാബേജ് വളരെ ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച മുളക് ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടലമാവാണ് 1 കപ്പ് ഇതിൽ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കുന്നത്. ഇത് ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ബ്രെഡ് എടുത്തിട്ടില്ല, കടലമാവ് തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ ഒരുവിധം നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടണം. അധികം ലൂസാവാൻ പാടില്ല. ഇത് ഡയബറ്റുകാർക്കൊക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ റെസിപ്പി കൂടുതൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൽ വന്നിട്ട് ലോ GI ഉള്ളതിനാൽ ഷുഗർ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഇനി ഇതിലേക്ക് ചാട്ട് മസാല ഞാനൊരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വളരെ കുറച്ച് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൽ ഹൈ പ്രോട്ടീനും ഫൈബറും ഉള്ളതിനാൽ വെയിറ്റ് മാനേജ്മെൻറ്റിനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഒരു പാൻ അടപ്പത്ത് വയ്ക്കുകയാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേമാതിരി കുറച്ച് അടിയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിൽ നമ്മൾ അധികം എണ്ണയൊന്നും ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഡയബറ്റുകാർക്ക് കഴിക്കാൻ ഉള്ളതിനാൽ നമ്മൾ വളരെ കുറച്ച് ഓയിലാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇതേമാതിരി പരത്തി നമുക്ക് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി എല്ലാം നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. നാല് മണി ഒരു പലഹാരമായിട്ട് ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. എണ്ണയിൽ വറുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഇതേമാതിരി വെച്ച് നമ്മൾ അടിയൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നല്ല മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് തൂളി കൊടുക്കാം. ഇനി നമുക്ക് ഇതേമാതിരി മറിച്ചിട്ട് ഒരുവിധം മൊരിയിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഓയിലിൽ വറുക്കണമെങ്കിലും നമുക്ക് വറുത്ത് കഴിക്കാം. ഷുഗറുള്ളവർക്കും ഇതേമാതിരി എടുത്തു കഴിഞ്ഞാൽ ഓയിലൊന്നും അധികം ഇല്ല, അവർക്ക് കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഈ റെസിപ്പി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.